വാട്സപ്പ് എല്ലാവർക്കും കണ്ടന്റ് മാസ്റ്റർ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുക്കിക്കൂടെ സാറേസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകണം. അതും ഒറ്റയ്ക്കല്ല, രണ്ടുപേരുണ്ട്. പേര് കാണിക്കാൻ ഞാൻ അത്ര ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുത്തൻ്റെ പേരിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടേ പേര് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പേര് കണ്ടാലും നിങ്ങൾ തെറിയുന്ന എന്നെ പറയരുത്, ഓക്കെ? അപ്പം ആദ്യമേ തന്നെ ഒരു സോറി പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചെറിയതായിട്ട് നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. ഇപ്പം ജലദോഷമാണ്. ജലദോഷം കാരണം ഞാനിപ്പം നിക്കറ് തുള വീണ് കിടക്കും. അന്നേരമാണ് നമ്മുടെ കൂട്ടുകാർ നമ്മൾ വിളിച്ച് വാ കയറ്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ സൈൻ ചെയ്ത് കയറുകയാണ്. അന്നേരം കിട്ടുള്ളൂ. എല്ലാം ഇറങ്ങിയെന്ന് തോന്നുന്നു, അറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ സ്ഥലത്തിലായിരുന്നു അതുകൊണ്ടായിരുന്നു. പിന്നെ ജലദോഷം ഞാൻ പറഞ്ഞല്ലോ. മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വേൾഡിൽ കയറിയേക്കാം. നമ്മൾ വേൾഡിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പം ഡു കമൻറ്റ് ബിലോ ഗൈസ്. അപ്പം ഇനിയും വീഡിയോസൊക്കെ വേണമെങ്കിൽ. ഞാനിപ്പം നമ്മുടെ ഇവിടുത്തെ നിന്നുള്ളത് പുള്ളി ഒരു യൂട്യൂബറാണ്, ചങ്കുപടി ആണ്. സിറോക്സിൽ നിന്നുള്ളത്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാം. 2000 years later. അപ്പം നമ്മൾ തന്നെ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ലാഗൊക്കെ കാണാതിരിക്കില്ല, അല്ല ചെറിയ രീതിയിലുള്ള ലാഗൊക്കെ ഇല്ലാതിരിക്കില്ല കേട്ടോ. പൊട്ടിച്ചപ്പോൾ ഒരു സമയം പിടിച്ചു. പിന്നെ നമ്മുടെ സിറാക്സി ബ്രോ ആണ് നമ്മുടെ അടുത്തുണ്ട്. ഇക്കയുടെ പേര് ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് കാർത്തിക് എന്നാണ്. ഇതുമാതിരി കണ്ടില്ലേ? അപ്പോൾ ഈ സൊമ്മാരപ്പത്തങ്ങളാണ്. അപ്പുറത്തോട്ട് പോയി ഞാനിപ്പം ഒരു ചെറിയൊരു കരണ്ട് പോക്ക് വന്നതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് അപ്പം അവന്മാർ ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അവന്മാരുടെ അടുത്തോട്ട് പോവാണ്. സിറോക്സിയുടെ അടുത്തോട്ട് ഓണ്ടവയാണ്. അവന്മാരത് കുറേ സാധനമൊക്കെ വെട്ടിയെടുത്തിട്ട് പോയിട്ടുണ്ടടാ. ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ റെഗുലേഴ്സായി വീഡിയോസ് ഇടണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ സംതിങ് ഫിഷി, എന്തെന്നില്ലാത്ത ഒരു സംഭവം. ഇതേ 2 അവിടെ നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ വീട് പണിയുടെ ഒരു സ്റ്റാർട്ടിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ രീതിയിൽ കാണും. കണ്ട, ഞാൻ പറഞ്ഞു വെച്ചാൽ ലാഗിൻ്റെ ഒരു ചെറിയൊരു ഡേറ്റയുടെ ഒരു ചെറിയൊരു വിഷയമാണ്. വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല കേട്ടോ. ഈ സംഭവം പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മരടത്തൊന്നും അറിയത്തില്ല കേട്ടോ. ഗ്യാസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് സുഖിട്ടാ അതൊക്കെ എന്തൊക്കെ ഫുഡ് എൻ്റെ ഒരു മഞ്ഞ ബെഡുണ്ട്. ഒരു ഓറഞ്ച് ബെഡ് ഞാൻ എടുത്തായിരുന്നു അവിടുത്തെ വില്ലേജിൽ നിന്ന്. അപ്പം ആ ബെഡ് എടുത്ത് ഈ ബെഡ് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ബെഡ് എടുത്ത് വെച്ചിട്ട് എക്സ്പോസ് സെറ്റായിട്ട് വീഡിയോയുടെ ലെങ്തിങ് 3.5. എന്ത് പെട്ടെന്നുണ്ട് ഈ ലെങ്തിങ് തന്നെ. അപ്പം ഉമ്മാരുണ്ടാക്കാൻ പോകുന്ന വീടെന്ന് പറയുന്നത് ട്രീ ഹൗസാണ്. അതുകൊണ്ടാണ് ട്രീ ഹൗസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മിക്കവാറും പാർട്ട് 2 മിക്കവാറും വരും. എന്നാ എടുത്തോ. ഇവർക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ സിറോക്സി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ കണ്ടോന്ന് അറിയത്തില്ല. ഇതുപോലെ അവൻ്റെ പേര് ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നല്ല, അവൻ എഴുതിയാക്കുന്ന പേര് ഭയങ്കര ഇതുകൊണ്ടാണ്. പിന്നെ സിറോക്സി നിൽക്കുന്നു. പിന്നെ നമ്മുടെ അവൻ്റെ പേര് നിങ്ങൾ തന്നെ കണ്ടോ, ഞാൻ വായിക്കുക. വെച്ചാൽ എനിക്ക് ആ പേര് കേട്ടിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. എൻ്റെ മാനെ, എടാ അത് മേളിലാണ് വെക്കണ്ടെങ്കിൽ ഞാൻ ഞാൻ കൊട്ടിയെടുക്കാം. മാറി എടുക്കാം.
അതിന് ഇവിടെ ഉമ്മാരെല്ലാം പൊട്ടത്തര കേട്ടോ കാണിക്കുന്നത്. ആ അങ്ങനെ ആയിക്കോട്ടെ. ഹലോ അല്ലല്ലേ. അപ്പം നമ്മൾ ആ ലെങ്തിങ് നോക്കുന്നില്ല, ഡാറ്റ കൂട്ടി നോക്കുന്നുണ്ടോ. അപ്പം ഇപ്പം എങ്ങാണ്ടാത്തതുകൊണ്ട് 5.ആയി. കമൻറ്റ് ബില്ല് ഇനിയും ഓരോരുത്തരുടെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം കമൻറ്റ് ചുമത്തോടെ പറയുന്നു. ഒരു പാപ്പ അവൻ്റെ പേര് കണ്ടിട്ട് നിങ്ങൾ തെരുപറയാതിരുന്നാൽ മതി. പോയോ? അല്ല, ഇതിന് മേളിലോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാ? ഞാനിപ്പോൾ ഇതിന് അടിയിലാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അടിയിൽ കുഴിക്കുക എന്നാണ്. ഞാനിപ്പോൾ അടിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മേളിലേക്ക് കയറാനൊക്കെ അതിൻ്റെ കാരണം വരും. അപ്പോൾ ഇത് ഞാൻ പാർട്ട് 2 ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ തന്നെ ഈ വീടിൻ്റെ പണി ഞാനിപ്പോൾ തന്നെ തീർക്കും. തുടങ്ങേണ്ടായി സമയമായി കേട്ടോ. നമ്മുടെ കോസ്റ്റ്യൂം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കോസ്റ്റ്യൂം കാണിച്ചിട്ടില്ല, അതുകൊണ്ടേ. എടാ, എന്നെ ഒന്ന് മേളിലോട്ട് എടുക്കുക. ഇതെതിരെയാണ് ഞാൻ ഇറങ്ങുന്നത്. നമുക്കിപ്പോൾ തൽക്കാലത്തിന് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് പോകും. ഞാനിപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങളെ കാണിക്കാം. പിന്നെ ഇത് വേൾഡിൽ നിന്ന് പറഞ്ഞ സിറോക്സിയുടെ വേൾഡാണ്. ഞാൻ പിന്നെ ഞാൻ ഒറിജിനൽ കിട്ടിയായിരുന്നു കേട്ടോ മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പം ഒറിജിനലാണ് 30 രൂപ കൊടുത്ത് നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് മേടിച്ച് തന്നു. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ലുക്ക്. പുതിയ ലുക്കിലേക്ക് കടന്നിരിക്കുന്നു. മീ ആൻഡ് ലൈക്ക് കമൻറ്റ് ഗൈസ്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡർ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം തരാനാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ചത്താലും നമുക്കൊരു വിഷയമല്ല, എന്ന് വെച്ചാൽ സാധനമൊന്നും പോയി, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം കമൻറ്റ് ബിലോ ഗൈസ്. അപ്പം എന്താ 7 മിനിറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് എൻഡ് ചെയ്തേക്കാം. അപ്പം ഹോപ്പി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. വെൽക്കം ടു ബാക്ക് ടു അനദർ വീഡിയോസ്. ഓക്കെ ഗൈസ്. അപ്പം എല്ലാവർക്കും ലൈക്ക് അടിച്ച് പാർട്ടിയാക്കുക. ഓക്കെ ഗൈസ്, ബൈ. അപ്പം എല്ലാവരും അമ്മരുടെ വകയും ബൈ.